ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിൽ അമേരിക്ക അണിചേരുമോ എന്നതിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം. വൈകിയെങ്കിലും ഇറാനുമായി ഇനിയും ചർച്ചയ്ക്ക് സാധ്യതയുണ്ടെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. അമേരിക്ക ഇസ്രയേലുമായി ചേർന്നാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞു. അൻസു എൽസ സന്തോഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അൻസു, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അമേരിക്ക അണിചേർന്നാൽ യുദ്ധത്തിൻ്റെ ഒരു ഗതി മാറും അല്ലേ? തീർച്ചയായും വെങ്കടേഷ്, യുദ്ധം പശ്ചിമേഷ്യയിലെ ഈ ഒരു യുദ്ധം ഒരാഴ്ച പിന്നിടുമ്പോൾ ഈ വിഷയത്തിൽ അമേരിക്ക ഇടപെടുമോ എന്നതിലേക്കാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള ഈ ഒരു സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുമോ എന്നതിൽ, നേരിട്ട് അണിചേരുമോ, ഇസ്രായേലിനൊപ്പം അണിചേരുമോ എന്ന വിഷയത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനമെടുക്കുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കുകയാണ്. അതായത് ഈ 2 ആഴ്ചയ്ക്കുള്ളിൽ നയതന്ത്ര ചർച്ചകൾ അല്ലെങ്കിൽ പിന്മാറ്റം ഒക്കെ സാധ്യമാണ് എന്നൊരു തരത്തിലേക്കാണ് വൈറ്റ് ഹൗസിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ട്രംപ് ഈ വിഷയത്തിൽ ഇറാനെതിരായ നിരവധി പ്രകോപനപരമായ പോസ്റ്റുകൾ അടക്കം ഇട്ടുകൊണ്ട് ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഒപ്പം ഇസ്രായേലിന് സൈനിക പിന്തുണ അടക്കം നൽകുന്നു എന്ന സൂചനകളും അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വരുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു വിഷയത്തിൽ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്ക ഇടപെടുന്നതിൽ നെതന്യാഹു രംഗത്തെത്തിയിരിക്കുന്നത് തങ്ങൾക്ക് ആരുടെയും സഹായം ആവശ്യമില്ല, തങ്ങൾ ഒറ്റയ്ക്ക് പോരാടും, അമേരിക്ക അണിചേരും എന്നത് അമേരിക്കയുടെ തീരുമാനമാണ് എന്ന തരത്തിലാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണം വരുന്നത്. ഇറാൻ എന്നാൽ ഇത്തരത്തിൽ അമേരിക്ക ഇസ്രായേലിനൊപ്പം അണിചേർന്നാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരും എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് അമേരിക്കയ്ക്ക്. ഒപ്പം ഇസ്രായേൽ പറയുന്നു ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇറാൻ്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമനയുടെ അന്ത്യമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി നടത്തിയിരിക്കുന്നു. അൽ ജസീറയുടെ റിപ്പോർട്ട് പ്രകാരം ഇത്തരത്തിൽ റഷ്യ ഈ വിഷയത്തിൽ ഇസ്രായേലിനൊപ്പം അമേരിക്ക അണിചേരരുത് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം നിരവധി മധ്യസ്ഥ ചർച്ചകൾക്ക് വഴിയൊരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ചൈന മധ്യസ്ഥം വഹിക്കാമെന്ന് പറയുന്നു. ഒപ്പം ഇന്ന് ജനീവയിൽ ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയുമായി UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ ചർച്ച നടത്തുന്നുണ്ട് എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അറബ് രാജ്യങ്ങളടക്കം ഈ ഒരു വിഷയത്തിൽ സമാധാന ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വെങ്കടേഷ്. അൻസു, ഇതിനൊപ്പം ഈ 8ാം ദിവസവും പശ്ചിമേഷ്യയിലെ സംഘർഷം ഇങ്ങനെ അയവില്ലാതെ തുടരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇതിൽ ഇറാനിലേക്ക് ഇസ്രായേൽ ബോംബാക്രമണം നടത്തി, ഒപ്പം ടെല്ലവീവിലേക്ക് ഇറാനും മിസൈലുകൾ വർഷിച്ചു എന്നുള്ളതൊക്കെ വരുന്നുണ്ട്. ഈ ഒരു തരത്തിലും അയവില്ലാതെ ഈ സംഘർഷം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ഒരു സമാധാനം അത് പുനഃസ്ഥാപിക്കാൻ ഉള്ളൊരു ആവശ്യമായി UK-യും അറബ് രാജ്യങ്ങളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ടല്ലേ? അപ്പോൾ ഏത് രീതിയിലാണ് അതടക്കമുള്ള കാര്യങ്ങൾ, ഈ ചർച്ചകൾ അടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഈ സംഘർഷം അയവില്ലാതെ തുടരുമ്പോൾ? ഇന്നിപ്പോൾ ജനീവയിൽ ഈ ചർച്ച നടക്കുന്നുണ്ട്. ഇതിൻ്റെ തുടർ നീക്കങ്ങൾ എന്താകുമെന്നതിൽ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റൊന്ന്, ഈ ഇസ്രായേലും ഇറാനും പ്രത്യാക്രമണങ്ങൾ തുടരുന്ന സാഹചര്യമാണ് നിലവിലുമുള്ളത്. ഇന്നലെയും നമ്മൾ കണ്ടതാണ്, ടെല്ലവീവിലേക്ക് മിസൈൽ വർഷം ഉണ്ടാകുന്നു, അതേസമയം തിരിച്ച ടെഹ്റാനിലേക്കും ബോംബ് വർഷം ഉണ്ടാകുന്നു ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന്. ഇസ്രായേൽ പറയുന്നു തങ്ങളുടെ ലക്ഷ്യം ഒരിക്കലും നേതൃമാറ്റമല്ല, ഇറാനിലെ നേതൃമാറ്റമല്ല, അത് ഇറാനിലെ ജനത തീരുമാനിക്കട്ടെ എന്ന് പറയുന്നു. എന്നാൽ തങ്ങളുടെ ലക്ഷ്യം ഇത്തരത്തിൽ പരമോന്നത നേതാവിനെ മാറ്റുക അല്ലെങ്കിൽ നിഷ്കാസനം ചെയ്യുക, അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളിലേക്ക് കൂടി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. ഇറാൻ അതേസമയം അമേരിക്കയുമായി ഇത്തരത്തിൽ അമേരിക്കയുടെ കൂട്ടുപിടിക്കുന്നത്, ഈ ഒരു യുദ്ധത്തിൽ അമേരിക്കയുടെ കൂട്ട് തേടുന്നത് ലജ്ജാകരം എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം കൂടി നടത്തിയിട്ടുണ്ട്. അമേരിക്ക ഈ വിഷയത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ തീരുമാനം എടുക്കുമെന്ന് പറയുന്നു. ഇസ്രായേലിനൊപ്പം അണിചേരുമോ എന്ന വിഷയത്തിൽ അതേസമയം കനത്ത രീതിയിൽ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വരുന്ന കണക്കുകൾ പ്രകാരം ഇറാനിലേക്ക് നടത്തിയ ആക്രമണങ്ങളിൽ 600-ലേറെ പേർക്ക് വലിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിൽ അൽ ജസീറ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസത്തിന് ശേഷം, ഞായറാഴ്ചയ്ക്ക് ശേഷം ഔദ്യോഗിക കണക്കുകളൊന്നും തന്നെ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല. ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്നലെ ഇസ്രായേലിലെ ആശുപത്രിക്ക് അടക്കം കേടുപാടുകൾ സംഭവിച്ചതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. ഓക്കെ, അൻസു എൽസ സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ അയവില്ലാതെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ആശങ്കയെത്തുന്നത്. ഒപ്പം ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്.